പിന്നെ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ബന്ധുക്കളെ കല്യാണം കഴിക്കാൻ പാടില്ല. അടുത്ത ബന്ധുക്കളാകാൻ പാടില്ല. അത് ഭയങ്കര ദോഷം ചെയ്യും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ, അടുത്ത കുടുംബക്കാരിൽ നിന്ന് കല്യാണം കഴിച്ചാലുള്ള പ്രശ്നം പറയുന്നത് വെച്ചാൽ, അങ്ങനെ കല്യാണം കഴിച്ചാൽ കുട്ടി മെലിഞ്ഞവനായിത്തീരും. കുട്ടി മെലിഞ്ഞ പടക്കപ്പെട്ടവനായിരിക്കും. ആ മെലിഞ്ഞത് എന്നുള്ള ഉദ്ദേശം പലപ്പോഴും എന്താക്കും, പല രോഗങ്ങളെ കൊണ്ടും ചിലപ്പോൾ അംഗവൈകല്യങ്ങളെ കൊണ്ടും ഒക്കെ സംഭവിച്ചതാക്കാം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, അടുത്ത ബന്ധുക്കളിൽ നിന്ന് കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്ത് സംഭവിച്ചാൽ അവൻ്റെ വികാരത്തിന് കുറവ് സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടായിരിക്കാം എന്താകുന്നത്, മെലിഞ്ഞ രോഗികളായ കുട്ടികൾ എന്താകുന്നത് അതിൽ സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് അടുത്ത കുടുംബക്കാരിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന് എന്താകാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല. ഇനി അടുത്ത ബന്ധുക്കളിൽ നിന്ന് കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം എന്താണ്, അന്യ കുടുംബത്തിൽപ്പെട്ട സ്ത്രീയെ കല്യാണം കഴിക്കലാണ്. അടുത്ത കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം എന്താണ്, അന്യ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ കുടുംബമല്ലാത്തവരിൽ നിന്ന് കല്യാണം കഴിക്കലാണ്. ഇന്ന് അന്യ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം എന്താണെന്ന് അറിയോ, നമ്മളെ കുടുംബത്തിൽ നിന്ന് വിദൂരമായ കുടുംബക്കാരുണ്ടാവുമല്ലോ, അവരിൽ നിന്ന് കല്യാണം കഴിക്കലാണ് അതിനേക്കാൾ ഏറ്റവും ഉത്തമം. മനസ്സിലായെങ്കിൽ, അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ കുടുംബത്തിൽ വിദൂരമായ കുടുംബത്തിൽ നിന്ന്, നമ്മളെ വിദൂരമായ കുടുംബം ഉണ്ടാവുമല്ലോ, അവരിൽ നിന്ന് കല്യാണം കഴിക്കലാണ് ഏറ്റവും ഉത്തമം. മഹരിയായ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയെ ആരാ കിട്ടിയത്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലേ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ എളാപ്പൻ്റെ മകൻ്റെ മകളാണ് ആര്, ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ. അപ്പോൾ അതെന്താണ്, കുറച്ച് വിദൂര കുടുംബമായി. അപ്പോൾ അങ്ങനെ കല്യാണം കഴിക്കലാണ് ഏറ്റവും ഉത്തമം.